നമ്മുടെ ഇടവകയുടെ സ്നേഹ സമ്മാനമായ പാതയത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ ഐ വുഡ് കൈൻഡ്ലി റിക്വസ്റ്റ് ഡിയർ ഫാദർ ഡേവിസ്. പ്രിയപ്പെട്ടവരെ, പാതയത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം നമ്മളൊക്കെ ചെയ്യുന്ന കാര്യമാണ്. എന്നാലും നമ്മളിപ്പോൾ ഒരു പാതയം ഈ മാസം 2 മാസത്തെ പാതയം നമ്മൾ ദീപ്തി ആശ്രമത്തിന് നൽകുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. 2023 ഓഗസ്റ്റ് മാസത്തിൽ ഞാനിവിടെ വന്നപ്പോൾ പിറ്റേ ഞായറാഴ്ച മുതൽ നമ്മൾ തുടങ്ങിയൊരു പ്രൊജക്റ്റായിരുന്നു പാതയം. പാതയം എന്ന് വെച്ചാൽ വഴിയരികിൽ എന്നാണ് അർത്ഥം. വഴിയരികിൽ വിശന്നിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി ഞായറാഴ്ച ദിവസം കുർബാനയ്ക്ക് വരുമ്പോൾ നമ്മുടെ കയ്യിൽ 2 ചപ്പാത്തിയും ഇച്ചിരി സബ്ജിയും കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അത് നമ്മൾ ആരംഭിച്ച ആ ചെറിയ പ്രൊജക്റ്റ് പിന്നീട് നമ്മൾ വഴിയരികിൽ നിന്ന് മാറി അകത്ത് താമസിക്കുന്നതായ നമ്മുടെ കൊച്ചു സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി നമ്മൾ ഓരോ മാസവും ഈ പാതയം നടത്തുകയാണ്. ഇന്ന് 3 വർഷത്തോളമായി. ഈ അടുത്ത മാസത്തേക്ക് 3 വർഷമാകും നമ്മൾ ഈ പാതയം ഒരിക്കലും മുടങ്ങാതെ നമ്മുടെ ഇടവകയിൽ നടക്കുന്നൊരു പ്രൊജക്റ്റ്. പല സ്ഥലങ്ങളിലും ഇത് തുടങ്ങിയിട്ടുണ്ടെങ്കിലും അത് നിന്ന് പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ പാതയം എന്ന പരിപാടി നമ്മൾ നടത്തുകയാണ്. ആദ്യം വഴിയരിയിൽ കൊടുത്തെങ്കിലും പിന്നീട് ഓരോ ഓർഫനേജുകളിലേക്കും വിളിച്ച് അവിടെ നിന്ന് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആ ആവശ്യങ്ങളെ നമ്മൾ ഗ്രൂപ്പിലേക്കിട്ട് പിന്നെ മാസത്തിൻ്റെ ആദ്യ ഞായറാഴ്ചയിൽ പള്ളിയിലേക്ക് വരുമ്പോൾ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ കൊണ്ടുവന്ന് ആ ഞായറാഴ്ച കഴിയുമ്പോൾ നമ്മൾ ആ ആശ്രമത്തിലേക്ക് പോയി അനാഥരായിട്ടുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് ഇത് കൈമാറുന്ന ഒരു വലിയ പ്രൊജക്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. ചെറിയ കാര്യമാണെങ്കിലും അതൊരു വലിയ കാര്യമായിട്ട് തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ദീപ്തി ആശ്രമത്തിനെയാണ് കഴിഞ്ഞ പല പ്രാവശ്യങ്ങളിലായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തത്. കാരണം അവിടെ ചെന്നവർക്കേ അവിടുത്തെ സേവനം, അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും സേവനത്തെക്കുറിച്ച് അറിയാൻ പറ്റുകയുള്ളൂ. നമ്മളീ പലവരും അവിടെ പോയിട്ടുണ്ടെങ്കിലും ഇനി പോകാനുള്ളവരെങ്കിലും ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് കാണുക അവിടെ എന്താണ് നടക്കുന്നതെന്ന്. 100-ൽ പരം കുട്ടികളാണ് അവിടെയുള്ളത്. ആരോരുമില്ലാതെ. ഒക്കെ ചിലവർക്ക് പേരൻസ് ഉണ്ട്, എങ്കിലും അവരൊക്കെ ഏറ്റവും പാവങ്ങളാണ് ഈ ഡൽഹിയിൽ. അവരെ എല്ലാവരെയും കൊണ്ടുവന്ന് അവർക്ക് വേണ്ടതായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുത്ത് അവരെ നല്ല നിലയിലെത്തിക്കുന്ന ഈ ഹ്യൂമാനിറ്റേറിയൻ സർവീസ് നമ്മുടെ MST അച്ഛന്മാരും അതുപോലെ തന്നെ സിസ്റ്റേഴ്സും അവിടെ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് മാത്രമാണ് അവിടെ പോയിട്ട് അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് പലപ്പോഴും നമ്മൾ ഈ MST ദീപ്തി ആശ്രമത്തെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതും സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതും. കഴിഞ്ഞ പ്രാവശ്യം നമ്മളവിടെ സാധനങ്ങൾ കൊണ്ടുപോയപ്പോൾ തന്നെ ഏകദേശം അവരുടെ സ്റ്റോർ റൂമിലെ സാധനങ്ങളെല്ലാം തീർന്നിരുന്നു. അവരിങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു ഇനി സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഇവിടെ ഇടവകയിൽ നിന്നുള്ള പാതയം അവിടെ എത്തുന്നത്. അവരുടെ മുഖത്തെ ആ പ്രസാദവും മറ്റും കണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ദൈവത്തിന് എത്രമാത്രം നന്ദി പറഞ്ഞു. നമുക്കത് വേറൊരു സ്ഥലത്തേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞതായിരുന്നു. അവർ അവിടെ വരാത്തത് കൊണ്ടാണ് നമ്മൾ അന്ന് ഈ സാധനങ്ങളുമായിട്ട് പോയതും ഈ നമ്മുടെ ഇടവക ദിനത്തിന് ഇവരെ ക്ഷണിച്ചതും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തി 3 വർഷം മുമ്പ് തുടങ്ങിയ ആ ഒരു പ്രൊജക്റ്റ് ഇന്നും വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇവിടെ അച്ഛന്മാർ മാറി വരും, നമ്മളൊക്കെ പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകും, പുതിയ കുടുംബങ്ങൾ വരും. നമുക്ക് ഈ പ്രൊജക്റ്റ് ഒരിക്കലും നിർത്താതിരിക്കുക. കാരണം എല്ലാവരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. എല്ലാവർക്കും അവരുടേതായ ആവശ്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വേദന അനുഭവിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ മക്കളാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അത് നമ്മളായിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഇന്ന് ഇവരെയെല്ലാം നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ നമ്മൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കണം. നമ്മുടെ കയ്യിലുള്ളതിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കണം. കാരണം മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പഞ്ചാബ് ഈ സ്ഥലങ്ങളിലെല്ലാം ജോലി ചെയ്ത ഞാനാണ്. അവിടെയെല്ലാം പാവങ്ങളുടെ സ്ഥിതി കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റിനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ വന്നതും. ഇന്നത് വളരെ മനോഹരമായി പോകുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലൂടെ മുന്നോട്ട് പോകുന്നതാണ്. നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ഈ പ്രവൃത്തിയുണ്ടല്ലോ, ദൈവം അതിന് തക്കതായ സമ്മാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തരും. അതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് 2 മാസത്തെ പാതായം നമ്മൾ ഒരുമിച്ച് കൂട്ടി ഭക്ഷണ പദാർത്ഥങ്ങളുടെ രൂപത്തിലും പൈസയുടെ രൂപത്തിലും അത് അരി മേടിക്കാനായിട്ട് നമ്മൾ പലവരിൽ നിന്നും പൈസ തന്നു.
നിങ്ങളുടെ ഹൃദയം അറിഞ്ഞുകൊണ്ട് ആ പൈസ നമുക്ക് തന്നതിൽ നമ്മൾ 250-300ഓളം കിലോ അരി മേടിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ സാധനങ്ങളും അതെല്ലാം ഇന്ന് ഇവർ പോകുമ്പോൾ ഇവർ തിരിച്ച് കൊണ്ടുപോകുന്നതാണ്. സ്കൂളിൻ്റെ മുൻവശത്ത് ഇത് വെച്ചിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമായിട്ട് ചെറിയൊരു പാക്കറ്റ് നമ്മൾ പാക്ക് ചെയ്ത് നമ്മൾ അച്ഛന് കൈമാറുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. കാരണം അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു നിമിഷമാണിത്. അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന നമ്മുടെ സാലറിയിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ ഒരു അത് വളരെ മനോഹരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും, നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെ പ്രത്യേകിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ ഈ പാഥേയം നമ്മൾ ദീപ്തി ആശ്രമത്തിലെ ഡയറക്ടർ റവറൻ ഫാദർ ജോസഫ് കരോടിന് നമ്മൾ നൽകുന്നു.